അതേ വിലപിച്ച് പറഞ്ഞതേ മൂത്തത് മാത്രം ഇട്ടാ മതി എന്ന് പറഞ്ഞേ. മൂത്തതൊക്കെ മാത്രം തന്നെയാണേ. കുറച്ചും കൂടി ഇത്തിരി കൂടി നടക്കാവുള്ളൂ. നേരെ പോവാ ഈ സൈഡ് ഈ വഴിക്കാണ് നടക്കുക. ആ കാണണ്ട മൂത്തത് മാത്രം ഇട്ടാ മതി. മൂത്തത് മാത്രം ഈയല്ലേ പറഞ്ഞ ഒരു ചക്കയുള്ള ഒരാളോന്ന് ചക്ക നിക്കണോ അരമണി കെട്ടിയാണോ നിക്കണ്. വല്യപ്പച്ചൻ പറയാറുണ്ട് ഓരോ മണ്ണടിക്കുമ്പോഴും ചക്ക ഉണ്ടാവും. പക്ഷെ ഇതൊരു മൂത്ത ഏതാ ചള്ളെന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ ചെറുതല്ലേ. എന്തൊരു വായോ നോക്കാവാ. വല്യപ്പച്ചൻ എന്താ പറഞ്ഞേ? മൂത്തത് മാത്രം ഇട്ടാ മതി എന്ന് പറഞ്ഞേ. ഇത് ചള്ള, ഇതും ചള്ള, ഇതും ചള്ള. ആ ചക്കല്ലേ ഇതാണ് മൂത്തത്. പക്ഷെ ഈ മുള്ള വികസിച്ചത് മൂത്തതാന്ന് വല്യപ്പച്ചൻ പറഞ്ഞ. അത് വികസിച്ച മുള്ളെന്ന് പറഞ്ഞാലേ അത് ഇത് ഇളമുള്ള, അത് കാവേരി മുള്ള പറഞ്ഞിട്ടില്ലേ. വായോ കാണിച്ചു ചക്ക. ഇത് മൂത്താണ്. അത് മൂത്തതാ. അതിന് മുകളത്ത് മൂത്തതാ. അപ്പൊ ഈ മൂത്ത ചക്ക മാത്രം ഇട്ടാ മതി. അങ്ങനെ വെച്ചാൽ ഒരു 10-30 ഉണ്ടാവും. വല്യപ്പച്ചനെ കണ്ണിത്തിരി 10-30 കണ്ട നോക്കിയ മോളിക്കൊക്കെ നോക്കിയ ഇതൊക്കെ ചള്ള, ഇതൊക്കെ മൂത്ത ചക്ക. എത്രയാവും ഇപ്പൊ? റേറ്റ് എത്രയാവും ഇപ്പൊ കണക്ക് കൂട്ടുക. വല്യപ്പച്ചനെ അതിലും ഇവിടെ കിട്ടില്ല എന്ന് കൂടി പറയാൻ പറഞ്ഞു. അത് 30,000 റുപ്യ ഒരു ചക്കയ്ക്കായിരുന്നു. ഒരു 4 ചക്ക ഇട്ടാ മതി. കാരണം അവിടെ ആൾക്കാർ അധികം ഇല്ലല്ലോ. അപ്പൊ വല്യപ്പച്ച കൊടുക്കുന്ന സാധനം തുള്ളിക്കാരനോ നോക്കാം. പിന്നെ കത്തി കൊണ്ടിട്ട് 2 കൂടുതൽ വീടാണെങ്കിൽ കുഴപ്പമില്ല. ആയിക്കോട്ടെ. എന്തുട്ടാ ചക്കയുടെ മോണ് എതിരോട്ടോ ഈ പണി വേണ്ടിരുന്നില്ല കേട്ടോ. ഈ പണി അപ്പച്ചനിട്ട് പണിയാണെങ്കിൽ ഞങ്ങളെല്ലാരും രക്ഷപ്പെട്ടനെ. താങ്കൾ വരിക എന്തൊക്കെയോ പറയണ. എന്ത് പ്രശ്നോ? ആ പെട്ടതാ പ്രശ്നം. ഇപ്പൊ ഞാൻ ചക്ക ഇട്ടിട്ടില്ലല്ലോ, പിന്നെന്ത് പ്രശ്നം? ചക്കട കേസല്ല, താപ്പിട്ടില്ലേ ഇട്ടില്ലേ. എടോ താപ്പൊരു ബോംബിട്ടില്ലേ? അതൊരു പറഞ്ഞത് മനസ്സിലായ ഇല്ലേ? എടോ താ ഒരു വലി ഇട്ടില്ലടോ, അതാണ് പ്രശ്നം. മനസ്സിലായ? അപ്പൊ ഞാൻ ഇട്ട വലിയാണ് ഇപ്പൊ എന്റെ പ്രശ്നല്ലേ. പണക്കാര് അത് ഇട്ട ഗ്യാസ്, പാവപ്പെട്ട ഞാൻ ഇട്ട വലി, മണം, കുറ്റം. എന്തോടോ മുതലാളിയെ, എന്തോടോ ഇങ്ങനെ ആയി കണ്ടിരുന്നു. ഇവിടെ ചക്കയും വേണ്ട മാങ്ങയും വേണ്ട. അങ്ങനെ ഞാൻ പെണ്ണോടത്തോട് പറഞ്ഞതാ പരിപ്പ് വെക്കലടേ എന്ന്. എന്തായി ഇപ്പൊ എന്റെ പണിയും പോയി.